പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 5-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 20-ാം വാക്യം. പ്രോവർബ്സ് ചാപ്റ്റർ 16 വേഴ്സ് 20 നാം ഇപ്രകാരം വായിക്കുന്നു: തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിൽ 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. ഈ 2 കാര്യങ്ങളും ഇന്നും എന്നും മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നന്മ എവിടെ നിന്ന് ലഭിക്കും? 2, ഭാഗ്യാവസ്ഥ കണ്ടെത്തണം. എന്നാൽ അതിനുള്ള വ്യക്തമായ ഉത്തരം ഇന്നും ലഭിക്കാതെ, അഥവാ അറിയാവുന്നവർ പോലും വേണ്ടവണ്ണം പറഞ്ഞു കൊടുക്കാതെ മനുഷ്യനിന്ന് ഭാഗ്യപദവിക്ക് വേണ്ടി, നന്മ അഥവാ അനുഗ്രഹത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. ഏത് കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യാനും, എത്ര തുക മുടക്കാനും, എവിടെ യാത്ര ചെയ്യാനും എല്ലാത്തിനും തയ്യാറാണ്. എന്നാൽ ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട ദൈവവചനത്തിൽ ചെറിയ 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന്, തിരുവചനം പ്രമാണിക്കണം. 2, ദൈവത്തിൽ ആശ്രയിക്കണം. ഈ 2 കാര്യം ചെയ്താൽ നമുക്ക് ഈ വെറുതെ ഓടേണ്ട കാര്യമില്ല, എങ്ങും പോകേണ്ട കാര്യമില്ല. ഒരു കൂട്ടായ്മ വിട്ട് മറ്റൊരു കൂട്ടായ്മ, ഒരു സഭ വിട്ട് മറ്റൊരു സഭ. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ ഇതുവരെ ഇല്ലാത്ത അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. പ്രിയമുള്ളവരെ, ഏത് സഭയിൽ പോയാലും, ഏത് കൂട്ടായ്മയിൽ പോയാലും, എന്ത് ചെയ്താലും അനുഗ്രഹത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഈ ജീവന്റെ വചനമാണ്, യേശു ക്രിസ്തുവാണ്. ഇത് നമ്മിൽ ഇല്ലാത്തടത്തോളം കാലം എവിടെ പോയിട്ട് എന്തു ഗുണം, എന്ത് നേടാനാണ്, എന്ത് അനുഗ്രഹമാണ് നാം പ്രാപിക്കുക? അതുകൊണ്ട് ഈ ബുധനാഴ്ച രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും വളരെ ശാന്തമായി, ഹൃദ്യമായി ഉപദേശിക്കുന്നു: മകനെ, മകളെ, നിങ്ങൾക്ക് നന്മ ലഭിക്കണമോ? തിരുവചനം പ്രമാണിക്കണം. അതെ, ദൈവവചനം പ്രമാണിക്കുവാൻ നാം തയ്യാറാവുക. മാറ്റങ്ങളും മറിച്ചിലുകളും വ്യതിയാനങ്ങളും മാത്രമുള്ള ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവവചനം, മാറ്റമില്ലാത്ത ദൈവം, ഇത് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകും. പലപ്പോഴും നമുക്കിത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഇന്നത്തെ എൻ്റെ കാര്യം നടക്കണം, ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം മാറണം, അതിന് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ, എവിടെയും പോകാൻ തയ്യാറാ, ഏത് സഭയിലും ചേരാൻ തയ്യാറാ. ഇതാണ് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന്റെ പുതിയ ഒരു ട്രെൻഡ്. അതെ, ഇന്ന് യുവജന സുഹൃത്തുക്കളുടെ ഫാഷൻ ട്രെൻഡ് മാത്രമല്ല, സ്പിരിച്വാലിറ്റിയിലും വിവിധങ്ങളായുള്ള ട്രെൻഡ് കയറി ദൈവവചനം കാറ്റിൽ പറത്തിയിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് ശക്തമായ താക്കീത് നൽകുന്നു: നന്മ പ്രാപിക്കണമെങ്കിൽ തിരുവചനം പ്രമാണിക്കണം. ദൈവത്തിൽ ആര് ആശ്രയിക്കുന്നോ ആ വ്യക്തിയാണ് ഭാഗ്യവാൻ. അല്ലാതെ കോടികൾ കിട്ടുന്ന ആളല്ല, പ്രോപ്പർട്ടിയുള്ള ആളല്ല. ദൈവകൃപ, ദൈവത്തിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് മുന്നോട്ട് പോയാൽ ഭാഗ്യവാനാ. പ്രിയമുള്ളവരെ, കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ടായാൽ 1 രൂപയുടെ സമാധാനം ഹൃദയത്തിലോ
ഭവനത്തിലോ കുടുംബത്തിലോ ഉണ്ടാവണമെന്നില്ല. എത്ര വലിയ ഉന്നത ജോലി കിട്ടിയാലും, എത്ര അക്ക ശമ്പളം കൈകളിൽ ഏന്തിയാലും ₹1 സമാധാനം ലഭിക്കണമെന്നില്ല. എന്നാൽ കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. നാളെയെ ചൊല്ലി വ്യാകുലതയില്ല. കാരണം കർത്താവ് നടത്തിക്കൊള്ളുമെന്നുള്ള ഉത്തമ വിശ്വാസമുള്ള ആ വ്യക്തിയാണ് ഭാഗ്യവാൻ. ആ ഭാഗ്യപദവിയിലേക്ക് കയറുവാൻ കർത്താവ് ഈ ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ദൂരത്തും ചാരത്തുമായി ഈ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ. നിങ്ങളുടെ തലമുറ നന്മ നിറഞ്ഞതാവട്ടെ. അതിനെന്ത് ചെയ്യണം? ചാരിറ്റി വർക്ക് ചെയ്താൽ നന്മ നിറഞ്ഞതാവുകയില്ല. അത് നല്ല കാര്യം, തുടർന്നും ചെയ്യുക. എന്നാൽ തിരുവചനം ആര് പ്രമാണിക്കുന്നു അവർക്കാണ് നന്മ പ്രാപിക്കുവാൻ കഴിയുക. ദൈവത്തിൽ ആരാശ്രയിക്കുന്നു അവനാണ് ഭാഗ്യപദവിയിലെത്തുക. അതുകൊണ്ട് നന്മ പ്രാപിച്ച് വചനം പറയുന്ന ഭാഗ്യപദവിയിലെത്തി ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിക്കുവാൻ, സാക്ഷിക്കുവാൻ, അനേകരെ ഈ യേശുവിങ്കിലേക്ക് ആനയിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടോ? വേദനകളുണ്ടോ? നിങ്ങളുടെ ജോലി സ്ഥാനങ്ങളിൽ അനാവശ്യ സ്ട്രെസ്, നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന ചില ഇന്റർ ഓഫീസ് മെമ്മോ, എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? സാമ്പത്തിക കടബാധ്യതയാണോ? നിയമത്തിന്റെ കുരുക്കുകളാണോ? ആരോഗ്യ പ്രശ്നങ്ങളാണോ? കുഞ്ഞുങ്ങളുടെ പുതിയ അധ്യയന വർഷത്തിന്റെ വിഷയങ്ങളാണോ? അല്ല, പുതിയ അഡ്മിഷന്റെ പ്രയാസങ്ങളാണോ? നിങ്ങളെ അലട്ടുന്നത് ഏത് വിധത്തിലുള്ള ഏത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, ആ വിഷയങ്ങളെല്ലാമായി ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ പാദാന്തികെ അടുത്തു വരാം. കർത്താവിനോട് നമുക്ക് പറയാം. കർത്താവിൽ നിന്നും നന്മ പ്രാപിക്കുവാൻ തിരുവചനത്തിൽ ശരണപ്പെടാം. അതെ, മേൽ പറയപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ വചനം പറയുന്ന എന്റെ പിന്നാലെയോ ഒരു സഭയുടെ പിന്നാലെയോ ഒരു കൂട്ടായ്മയുടെ പിന്നാലെയോ പോകരുത്. നമുക്ക് പിൻപറ്റുവാൻ പറ്റുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ഈ ലോകത്തിൽ എത്ര വലിയ പ്രഗത്ഭരും പേരുകേട്ട സഭയും ദൈവദാസന്മാരും മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്ത, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവവചനത്തിൽ, തിരുവചനത്തിൽ ആശ്രയിക്കുക. ആവർത്തിച്ച് വായിക്കുക. ശത്രു നിങ്ങളെ വിട്ടുപോകും. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങൾ വേറൊരാളോട് പറഞ്ഞാൽ നിങ്ങളെ നോക്കി ചിരിക്കും. കാരണം അവർക്കതൊരു പ്രശ്നമല്ല, പക്ഷെ നിങ്ങൾക്കതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം കർത്താവിനോട് പറ. ദൈവവചനത്തിൽ നിന്നും അതിനൊരു ശാശ്വത പരിഹാരം വചനം വായിച്ചു നേടുക. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ നയിക്കും, നിങ്ങളെ ശക്തിപ്പെടുത്തും, നിങ്ങളെ ബലപ്പെടുത്തും. ഇന്നിൽ ജീവിക്കുവാനുള്ള പുത്തൻ കൃപ തമ്പുരാൻ നിങ്ങൾക്ക് നൽകും. അങ്ങനെ നന്മ പ്രാപിച്ച് ഭാഗ്യപദവിയിലെത്തി അനുഗ്രഹത്തോടെ ജീവിപ്പാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതെ, ജൂൺ മാസം 5-ാം തീയതി ബുധനാഴ്ച ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും ഇന്നത്തെ വചനപ്രകാരം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഭാഗ്യാവസ്ഥകളും തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ ജോലിസ്ഥാനങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ, നിങ്ങളുടെ തലമുറകളെ, ദൂരങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ പേരൻസ് എന്നുവേണ്ട സകലരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിച്ച് ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പകലും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ ഇന്ന് നന്മ തേടി ഓടി നടക്കുമ്പോൾ, ഭാഗ്യ പദവിക്ക് വേണ്ടി അന്വേഷിക്കുമ്പോൾ, വചനം പ്രമാണിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാൽ നന്മ ലഭിക്കുമെന്നും ഭാഗ്യവാനായി തീരുമെന്നും ജ്ഞാനിയായ ശലോമോന്റെ
സദൃശ്യവാക്യങ്ങളിൽ കൂടെ ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വചനം പറയുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഭാഗ്യപദവികളും നൽകി അതാത് സ്ഥാനങ്ങളിൽ ഞങ്ങളെ സുരക്ഷിതമായി പരിപാലിക്കണമെന്ന് യേശു മിശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നന്മ പ്രാപിക്കുവാൻ എങ്ങും പോകേണ്ട, തിരുവചനം പ്രമാണിക്കുക. ഭാഗ്യം ലഭിക്കുവാൻ എങ്ങും ഓടരുത്. വചനത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെടുക. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെ ദിനമാവട്ടെ. നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ നിയമകാര്യങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, നിങ്ങളുടെ സമസ്ത കാര്യങ്ങളിലും ദൈവം ഉയരത്തിൽ നിന്നും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് സന്തോഷത്തിന്റെയും വിടുതലിന്റെയും ദൈവകൃപയുടെയും ദിനമായി അനുഗ്രഹത്തോടെ പരിപാലിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളങ്ങി. God bless you all.